മക്കൾസ് വെൽക്കം ടു എക്സാമിനർ മക്കളെ മൂസി സർ ഇസ് ഹിയർ. നമ്മുടെ NMMS മാറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സർ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടോപ്പിക്, ഡൈസ്. ഡൈസ് എല്ലാവർക്കും അറിയാം, ഡൈസ് വെച്ചൊക്കെ എല്ലാവരും കളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഡൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ NMMSൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഡൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ മക്കളെ, അത് ഏറ്റവും സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ സർ സെറ്റാക്കി തരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മാക്സിമം നിങ്ങൾ NMMS പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മക്കളെ, ഡൈസ് എപ്പോഴും 6 ഭാഗങ്ങളാണ് ഉണ്ടാവുക, 6 മുഖങ്ങളാണ്, 6 ഫേസസ് ആണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇതാ മുകൾ ഭാഗം, ടോപ്പ് ഭാഗമാണ് മുകളിൽ, ആൻഡ് താഴെ ബേസ് താഴത്തെ ഭാഗം ഉണ്ടാവും. ഇവിടെ 2 സൈഡ് ഭാഗം ഉണ്ടാവും, ആൻഡ് ബാക്കിൽ ഭാഗം ഉണ്ടാവും ഇവിടെ, ആൻഡ് ഫ്രണ്ടിൽ ഒരു ഫേസ് ഉണ്ടാവും. ഇങ്ങനെ ടോട്ടൽ 6 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഇത് നമ്മളിങ്ങനെ മുറിച്ച് ഇതിങ്ങനെ കടത്തി ഇങ്ങനെ വെച്ചാൽ, അതായത് പൊളിച്ച് കടത്തി നിരത്തി വെച്ചാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക എന്നുള്ളത്. ഈ ഷേപ്പ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചാൽ ഈ ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് ഒരു 3 ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഇന്ന് സെറ്റാക്കി തരാം. സോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ മക്കളെ, എപ്പോഴും മനസ്സിലാക്കുക, ഈ സൈഡുമാണ് ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ഭാഗങ്ങൾ. സോ ഇവിടെ എന്ത് നമ്പറാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ കള്ളിയിൽ ഉണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക, ഈ 2 കള്ളിയും ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഇത് ബേസ് താഴത്തെ സൈഡാണ്, ആൻഡ് ഇത് ടോപ്പ് മുകളിലത്തതാണ്. സോ നെക്സ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന 2 ഫേസുകൾ ഈ ബേസ് ഇതുമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോന്ന് ഇടവിട്ടുള്ളത് ഇതും ഓപ്പോസിറ്റ് ആണ്, ഇതും ഓപ്പോസിറ്റ് ആണ് വരിക. ആൻഡ് ബാക്ക് ഭാഗമാണ് നമ്മൾ ഇവിടെ ഈ പൊളിച്ചു വെച്ചത്. ഈ ഭാഗം ബാക്ക് ഭാഗമാണ്, ഇവിടെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇവരെ ബാക്കും ഫ്രണ്ടുമാണ് ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗങ്ങൾ, അടുത്തടുത്തല്ലാതെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഈ കള്ളിയും ഓപ്പോസിറ്റ് ഉള്ള 2 കള്ളികളാണ്, 2 ഫേസുകളാണ്. ഇതും 2 ഓപ്പോസിറ്റ് ഉള്ള ഫേസുകളാണ്. ഇതും ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇതാ ഈ മുന്നത്തെ സൈഡും ബാക്കത്തെ സൈഡുമാണ് ഇവിടെയും നമ്മളിങ്ങനെ തുറന്ന് വെച്ചത്. ആൻഡ് ഈ സൈഡുമാണ് ഇവിടെയും തുറന്ന് വെച്ചത്. ആൻഡ് ഈ മുകളിലത്തെ ടോപ്പ് ഭാഗമാണ് തുറന്ന് ഇവിടെ എത്തിയത്. സോ ഈ ബേസ് താഴത്തെ ഭാഗവും ടോപ്പ് മുകളിലത്തെ ഭാഗവും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ മക്കളെ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇത് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഇതാ ഇത് ഇങ്ങനെ വരയ്ക്കുക, ഒരു പ്ലസ് ചിഹ്നം വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. ഇതാ ഇങ്ങനെ വരയ്ക്കുക, 1 ഇങ്ങനെ 2 വരയ്ക്കുക, ഇവിടെ ഒരു കള്ളി ഏറിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക, ഈ കോളവും ഈ ഫേസുമാണ് ഓപ്പോസിറ്റ് കിടക്കുന്നത്, എതിരേ ഉള്ളത് ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ഫേസുകൾ. ആൻഡ് സെക്കൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലെ ഇതും താഴത്തെ ബേസ് ഇതുമാണ് ഓപ്പോസിറ്റ് കിടക്കുന്നത്. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഇതാ ഇവിടെ മേലെയുള്ളതും ഈ താഴത്തേതും ഇതാണ് ഓപ്പോസിറ്റ്. ഇത് പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 3ന് എതിരെയുള്ള സംഖ്യ ഏതാണ് എന്നാണ്. ഈ 3 ചിത്രം തന്നിട്ട് 3ന് എതിരെയുള്ള 3 ഇവിടെ ഉണ്ട്, 3ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ഈ 3ൻ്റെ ഓപ്പോസിറ്റ്. ഇത് 3ഉം ഒരേ ഡൈസാണ്. ഒരു ഡൈസ് പല രൂപത്തിൽ തിരിച്ചു മറിച്ചു വെച്ച രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ അങ്ങോട്ട് തരും. എന്നിട്ട് ചോദ്യം ഇതാണ്, 3ന് എതിരെയുള്ള സംഖ്യ ഏതാണ്? വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓപ്പോസിറ്റ് ടു 3? 3ന് ഓപ്പോസിറ്റ്. സോ മക്കളെ, എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രം അങ്ങോട്ട് വരച്ചാൽ മതി. സോ വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം മക്കളെ. ഒരു കള്ളി ഇങ്ങനെ വരയ്ക്കുക, 1 ഇങ്ങനെ വരച്ചു. ആൻഡ് പ്ലസ് എന്ന രൂപത്തിൽ ഇങ്ങോട്ടും ഒരു കള്ളി അങ്ങോട്ട് വരയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു കള്ളി ഓപ്പോസിറ്റ് വരയ്ക്കുക. ആൻഡ് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു കോളം കൂടി വരയ്ക്കുക. ഇങ്ങനെ ഒരു കോളം കൂടി വരയ്ക്കുക. റെഡിയാണല്ലോ? ഇങ്ങനെ ഒരു കോളം കൂടി വരയ്ക്കുക. എന്നിട്ട് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള നമ്പർ, എന്തുണ്ട്? 3ൻ്റെ ഓപ്പോസിറ്റ് ആ ചോദ്യം. ഇവിടെ ഒരു 3 എല്ലാത്തിലും കോമൺ ആയിട്ട് 3 ഉണ്ട്. ആ 3നെ ഞാനിവിടെ സെൻറ്ററിൽ ഇങ്ങോട്ട് എഴുതി, ഇവിടെ 3നെ എഴുതി. റെഡിയാണല്ലോ? സോ ഈ കോളത്തിൽ ഞാൻ 3നെ എഴുതി. നല്ലോണം ശ്രദ്ധിച്ചോ. ഈ 3ൻ്റെ ഓപ്പോസിറ്റ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോളത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞത്. സോ ഈ കോളത്തിൽ ആരാ വരിക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെറ്റാണല്ലോ? ഇനി നോക്കിക്കോ, ഈ 3ൻ്റെ കൂടെ, ഇത് ഓപ്പോസിറ്റ് അല്ലാത്ത 3ൻ്റെ കൂടെയുള്ള നമ്പറാണ് 1ഉം തൊട്ട് മേലെ ഉള്ളതാണ് 2ഉം. അത് ഓപ്പോസിറ്റ് അല്ലല്ലോ, അത് നേരെ കാണുമ്പോൾ തന്നെ ഈ 3നോട് കൂടെ കാണുന്നത്. അപ്പം അതിനോട് ചാരിയിട്ടുള്ളതാ, 3നോട് ചാരി. അപ്പോൾ ഈ 1, 2, 3നോട് ചാരി ഉള്ളതാ.
എന്ന് പറഞ്ഞാൽ ഈ മൂന്നിനോട് ചാരി ഇവിടെയോ 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 ഇഷ്ടമുള്ളവർക്ക് എഴുതാം, ചാരിയുള്ളവർക്കൊക്കെ എഴുതാം. ഇവിടെയൊക്കെ മൂന്നിനോട് ചാരിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് എഴുതിയാലോ, ഇവിടെ 1 എന്ന് എഴുതി, ഇവിടെ 2 എന്ന് എഴുതി. കാരണം നമുക്ക് അത് ചാരിയുള്ള എവിടെ എഴുതാം, ഇഷ്ടമുള്ളവർക്ക് എഴുതാം. ആൻഡ് നെക്സ്റ്റ് മൂന്നിനോട് ചാരിയിട്ട് ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 5 ഉണ്ട്, അപ്പുറത്ത് 5 ഉണ്ട്. അപ്പം മൂന്നിനോട് ചാരിയിട്ടുള്ളതാ 1ഉം 5ഉം. അപ്പം മൂന്നിനോട് ചാരി 1 ഉണ്ട്, ആ 1നോട് ചാരി 5 ഉണ്ട്. സോ 5 ഇവിടെ വരിക. 5 ഇവിടെ എഴുതാൻ പാടില്ല, കാരണം 1നോട് ചാരിയിട്ട് 5 ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പോൾ അവിടെ 5 എഴുതാൻ പാടില്ല. അപ്പോൾ 3നോട് 1ഉം 5ഉം. അപ്പോൾ സോ ആ 5 ഞാനിതാ ഇവിടെ എഴുതാൻ പോവാണ്. സിമ്പിളാണ്, സെറ്റാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഒരുമിച്ചാവണമെന്നേ ഉള്ളൂ. അടുത്ത് നോക്കിക്കോ, 3നോട് ഒരുമിച്ചാണ് 2ഉം 4ഉം. സോ 3നോട് ഒരുമിച്ച് 2 ഉണ്ട്, ആ 2നോട് ഒരുമിച്ച് 4 ഉണ്ട്. സോ ഇവിടെ അല്ലേ ഒരുമിച്ചല്ലേ വരിക. സോ ഇവിടെ ആയിരിക്കും ആ 4 വരിക. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. അപ്പൊ നോക്ക് മക്കളെ, നമ്മൾ 6 ഫേസസിൽ ആരൊക്കെ പടമായി? 1, 2, 3, 4, 5 ഇത്രയും നമ്പറുകളായി. ഇനി ആരാണ് ഇതിൽ ഇല്ലാത്തത്? ആരാണ് ഇല്ലാത്തവൻ? ആരാണ്? 6 ആണ്. സോ 6 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സെറ്റ് ആണല്ലോ. യെസ്, ഈ 6 ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇത്രയേ ഉള്ളൂ. സോ ഈ 3ന്റെ ഓപ്പോസിറ്റ് പാരായി? 3ന്റെ ഓപ്പോസിറ്റ് എതിരെ വരുന്നത് ഈ കള്ളിയല്ലേ? യെസ്, 6 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ. 6 ഓപ്ഷൻ 4, 6 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ. ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. ഇത് അങ്ങോട്ട് വരച്ചാൽ പഠിക്കാൻ മതി. ഇവിടെ ഇങ്ങനെ പ്ലസ് വരയ്ക്കുക, ഇങ്ങോട്ടും പ്ലസ് വരയ്ക്കുക, ഒരു കള്ളിട്ട് കൊടുക്കുക. വലിയ കോമൺ ആയിട്ടുള്ളത് ഇവിടെ ഇതാ, അതിൻ്റെ ഒപ്പം വരുന്നത് 1, 2 ഒപ്പം ഇതാ. ഇനിയിപ്പോൾ 1, 2 ഇവിടെ ഇതിലും കുഴപ്പമില്ല, അതിന് ഒപ്പം ഇതാ. ആൻഡ് 1, 5, അപ്പോൾ 1ന്റെ കൂടെ 5 ഉണ്ട്. 1, 5, 3. ആൻഡ് 2, 4, അപ്പോൾ 2ന്റെ കൂടെ 4, 2, 3, 4. ഇനി ആളില്ലാത്തത് ഇവിടെ 6 കിട്ടി. അപ്പോൾ 3ന്റെ ഓപ്പോസിറ്റ് എതിരെ ഉള്ളത് 6 ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ. 6 എന്ന സംഖ്യക്ക് എതിരെയുള്ള സംഖ്യ ഏതാണ്? വിച്ച് നമ്പർ ലൈസ് ഓപ്പോസിറ്റ് ടു 6? 6ന് ഓപ്പോസിറ്റ് ആരെ വരിക എന്ന ചോദ്യം. യെസ്, സോ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക? നമ്മുടെ ഡൈസ് മുറിച്ച് വെച്ച, പൊളിച്ച് വെച്ച രൂപം വരയ്ക്കുക. ഒരു കള്ളി ഇങ്ങനെ വരച്ചു, ഒരു കള്ളി ഓപ്പോസിറ്റ് വരച്ചു. പ്ലസ് രൂപം ആദ്യം വരയ്ക്കുക, പ്ലസ് അങ്ങോട്ട് വരയ്ക്കുക. റെഡി ആണല്ലോ? യെസ്, കുറച്ച് വൃത്തിയാക്കി വരക്കാം. യെസ്, പ്ലസ് അങ്ങോട്ട് വരച്ചതിന് ശേഷം മക്കളെ ഇതൊന്ന് റെഡിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? അങ്ങോട്ടൊരു കള്ളി കൂടി വരയ്ക്കുക, ഇങ്ങോട്ടൊരു ബോക്സ് കൂടെ വരയ്ക്കുക. റെഡി റെഡി റെഡി. യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 3എണ്ണത്തിലും കോമൺ ആയിട്ട് നോക്കുക. 3എണ്ണത്തിലും കോമൺ ആരെങ്കിലും ഉണ്ടോ? 3എണ്ണത്തിൽ കോമൺ ഇല്ല. 2എണ്ണത്തിൽ കോമൺ 4 ഉണ്ട്, ഇവിടെ 5 5 ഉണ്ട്, ഇവിടെ 6 6 ഉണ്ട്. 2എണ്ണത്തിൽ കോമൺ ഉണ്ട്. അപ്പോൾ 4 5 6 ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് 6 ആണ് ഇവിടെ ഉള്ളത്, അല്ല 4 ആണ് ഫസ്റ്റ്. അപ്പം ഞാൻ 4 തന്നെ ചൂസ് ചെയ്ത്. ഏത് എഴുതട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ 4 സെൻറ്ററിൽ എഴുതി. നിങ്ങൾക്ക് 5 എഴുതാം കുഴപ്പമില്ല, 6 എഴുതാം കുഴപ്പമില്ല. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള എഴുതിയാൽ മതി. ഞാൻ 4 എഴുതി. 4ന് തൊട്ടടുത്ത് ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 5 ഉണ്ട്. സോ അതിൻ്റെ തൊട്ടടുത്ത് 1ഉം 5ഉം. അപ്പോൾ ഞാൻ ഇവിടെ 1 ഇട്ടു, ഇവിടെ 5 ഇട്ടു. 1 ഇട്ടു, 5 ഇട്ടു. 1 5 എഴുതി, തൊട്ടടുത്തടുത്ത് എഴുതി. അടുത്ത് നോക്കുക, ഇവിടെ 4ൻ്റെ അടുത്ത് 6ഉം 3ഉം, ഇവിടെ 2 6 5. അപ്പോൾ 5ൻ്റെ തൊട്ടടുത്ത് 6 ഉണ്ട്. അപ്പോൾ 5ൻ്റെ തൊട്ടടുത്തായിരിക്കും 6 ഉണ്ടാവുക. റെഡി ആണല്ലോ? 5ൻ്റെ അടുത്ത് 6 ഉണ്ട്, അപ്പോൾ 5ൻ്റെ കൂടെ 6 ഉണ്ട്. അടുത്തത് 6ൻ്റെ കൂടെ ആരുണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പം 6ൻ്റെ കൂടെ 4, അപ്പോൾ 3 ഇവിടെ, അപ്പോൾ അതിൻ്റെ കൂടെ 3 എഴുതി. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി ആരാ അവിടെ ഉണ്ടാവുക? ഇനി ആരാ ബാക്കി ഉണ്ടാവുക? ഇവിടെ 1 3 4 5 6. അപ്പോൾ ഇവിടെ ആരഞ്ഞുണ്ടാവുക? 2 ആണ് ഉണ്ടാവുക, 2. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം എന്താ? വിച്ച് നമ്പർ ലൈസ് ഓപ്പോസിറ്റ് ടു 6? 6 എന്ന സംഖ്യക്ക് എതിരെയുള്ള സംഖ്യ ഏതാണ്? 6 എന്ന സംഖ്യ ഇവിടെ കിടക്കണം നോക്കുക. നമ്മുടെ 6 ഇവിടെ അല്ലേ കിടക്കുന്നത്. ഈ കള്ളിക്ക് ഓപ്പോസിറ്റ് എവിടെയാണ് വരിക? ഇതല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ്. യെസ്, ഈ കള്ളി 1 ഇടവിട്ടുള്ളതാണ് ഓപ്പോസിറ്റ്. ഇതുമാണ് ഓപ്പോസിറ്റ്, ഇതുമാണ് ഓപ്പോസിറ്റ്. സോ 6ന് ഓപ്പോസിറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി. എന്താണ് കിട്ടിയത്? 1 ആണ്. സോ ദ ആൻസർ ഈസ് 1 ഈസ് എ റൈറ്റ് ആൻസർ. ഈ 1 ആണ്. യെസ്, 6ന് ഓപ്പോസിറ്റ് ആരാണ്? 1 ആണ്. സിമ്പിൾ അല്ലടാ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം, സെറ്റായി കാണാം. ആൻഡ് ഇതാ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ ചെയ്യണം. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. എന്താണ് ക്വസ്റ്റ്യൻ? 5 എന്ന സംഖ്യക്കെതിരെയുള്ള സംഖ്യ ഏതാണ്? വിച്ച് നമ്പർ ലൈസ് ഓപ്പോസിറ്റ് ടു 5? അപ്പോൾ ഇതിൽ നോക്ക്, എല്ലാത്തിലും കോമൺ ആയിട്ട് 5 5 5, എല്ലാത്തിലും കോമൺ ആയിട്ട് 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരെ നമ്മൾ ചിത്രം കണ്ട് വരയ്ക്കുക. നമ്മൾ ചിത്രം വരച്ചു. ആൻഡ് എന്ത് ചെയ്യുക? ഇങ്ങോട്ടും അടുത്തൊരു പ്ലസ് നേരെ ഇങ്ങനെ വരയ്ക്കുക. റെഡി ആണല്ലോ? യെസ്. ആൻഡ് ഇത് ഓപ്പോസിറ്റ് ഇതാ ഇവിടെ ഒരു കള്ളി ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. യെസ്, ഇത്രയേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കി വരക്കാം, ഒന്നും കൂടി വൃത്തിയാക്കാം. യെസ്, ഇതാ ഓപ്പോസിറ്റ് ഇങ്ങനെ വരച്ചു. ആൻഡ് മക്കളെ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു കള്ളി കൂടെ വരയ്ക്കാം.
എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വരച്ചതിന് ശേഷം നോക്കട്ടോ, റെഡി, ആൻഡ് വരച്ചതിന് ശേഷം എല്ലാത്തിലും കോമൺ ആയിട്ട് 5 ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, 5 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി. 5ൻ്റെ കൂടെ 2 ഉണ്ട്, 4 ഉണ്ട്. ഞാൻ 2 എഴുതി, 4 എഴുതി. 4ൻ്റെ കൂടെ 6 ഉണ്ട്. സോ 4ൻ്റെ കൂടെ 6 എഴുതി. 6ൻ്റെ കൂടെ 1 ഉണ്ട്, 6ൻ്റെ കൂടെ 1 എഴുതി. അപ്പോൾ ഇവിടെ ഏതാ സംഖ്യ വരിക എന്നുള്ളതും 5ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരിക എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ, ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. NMS മാറ്റിലെ ഒരുപാട് ട്രിക്സും ടിപ്സുമായിട്ട് ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ മക്കളെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് വേണം. ഈ ആൻസർ കമൻറ്റ് ചെയ്യുക. എത്ര പേര് കമൻറ്റ് ചെയ്യാൻ നോക്കട്ടെ. ബൈ, അടുത്ത വീഡിയോ കാണാം. ബൈ.